മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ സൂചനാ പണിമുടക്ക് കൊച്ചി മേഖലയിൽ വിജയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപക സർവീസ് സംഘടന സമരസമിതി നിശ്ചയിച്ച സൂചനാ പണിമുടക്കൽ കൊച്ചി മേഖലയിൽ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. താലൂക്ക് ഓഫീസിലെയും റവന്യൂ റിക്കവറി ഓഫീസിലെയും മുഴുവൻ ജീവനക്കാരും RPയിലെ 95% ജീവനക്കാരും സൂചനാ പണിമുടക്കിൽ പങ്കെടുത്തു. സർവീസിൽ വരുന്ന ജീവനക്കാർ പങ്കാളിത്ത പെൻഷന്റെ പരിധിയിലാണ് വരുന്നത്. അന്ന് തൊട്ട് 2013 തൊട്ട് നാളെ ഇതുവരെ ജോയിന്റ് കൗൺസിൽ സമരത്തിന്റെ പാതയിൽ തന്നെയാണ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്നുള്ളതാണ് ജോയിന്റ് കൗൺസിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ജോയിന്റ് കൗൺസിൽ ഒരുപാട് സമരപരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് തന്നെ ഉണ്ടായ ഒരു സമരമെന്ന് സൂചനാ പണിമുടക്കമല്ല ഇത്. അതായത് കുറേ ധർണകളും സമരങ്ങളും കാൽനട ജാഥകളും രാപ്പകൽ സമരങ്ങളും എല്ലാം നടത്തി തന്നെയാണ് ജോയിന്റ് കൗൺസിൽ ഈ സൂചനാ സമരത്തിലേക്ക് എത്തിയത്. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ 3-ാം തീയതി എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ജില്ലാ കേന്ദ്രങ്ങളിലും നോട്ടീസ് കൊടുത്തു, പണിമുടക്ക് നോട്ടീസ് കൊടുത്തു. പക്ഷേ ഇന്നേ വരെ നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളത് അതൊരു ശരിയായൊരു രീതിയായിട്ട് തോന്നുന്നില്ല. ഒരു പണിമുടക്ക് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ന്യായമായി ചർച്ചയ്ക്ക് വിളിക്കും. എന്താണ് പറയാനുള്ളത്? 2013 ഏപ്രിൽ 1 മുതൽ സർവീസിൽ പ്രവേശിച്ച കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കി പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിനും ഇതുവരെ കിട്ടുവാനുള്ള DA കുടിശ്ശിക, ശമ്പള കുടിശ്ശിക, ലീവ് സറണ്ടർ ആനുകൂല്യങ്ങൾ എന്നിവ നേടിയെടുക്കുന്നതിനായും 12ാം ശമ്പള കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും 11ാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ലഭിക്കുന്നതിനുമായാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി സൂചനാ പണിമുടക്ക് നടത്തിയത്. പണിമുടക്കിയ ജീവനക്കാർ കൊച്ചി താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രകടനം നടത്തി. സംസ്ഥാന കൗൺസിൽ അംഗം EP പ്രവിത, ജില്ലാ കമ്മിറ്റി അംഗം AR രാജേഷ്, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ EP സുരേഷ്, സംരഞ്ജിനി VV എന്നിവരും കമ്മിറ്റി അംഗങ്ങളായ P ശർമേഷ്, VJ ജൽസൻ, അനൂപ് കുമാർ, വിനീത് VM, പാർവതി MP എന്നിവരും പെൻഷൻ കൗൺസിലിന്റെ ജില്ലാ സെക്രട്ടറി CA കുമാരിയുമടക്കം വിവിധ വകുപ്പുകളിൽ നിന്നായി 40-ലധികം ജീവനക്കാർ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി ഈ സൂചനാ പണിമുടക്കം നടത്തുന്നത്. ഈ സൂചനാ പണിമുടക്കം ഒരിക്കലും സർക്കാരിനെതിരല്ല. ഈ സർക്കാരിന് നെഞ്ചോട് ചേർത്ത് തന്നെ പോകുന്ന ഒരു ജീവനക്കാരുടെ ഒരു കൂട്ടം തന്നെയാണ്, ഒരു സംഘടന തന്നെയാണ് നമ്മുടേത്. നമ്മളിപ്പോൾ ഈ സമരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് 19% DA ആണ് ഇതുവരെ കുടിശ്ശികയായി നിൽക്കുന്നത്. അതുപോലെ 3% DA അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ കുടിശ്ശിക എവിടെയാണ്, അരിയർ എവിടെയാണെന്നതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്തൊരു ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ 12ാം ശമ്പള പരിഷ്കരണം കമ്മീഷനെ നിയമിക്കേണ്ട സമയമായി, അതിന് നടപടികൾ തുടങ്ങേണ്ട സമയമായി എങ്കിലും നാളിതുവരെ അതിനുള്ള യാതൊരു നടപടികളും ആയിട്ടില്ല എന്ന് മാത്രമല്ല 11ാം ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക ഗഡുക്കളായി തരുമെന്ന് പറഞ്ഞെങ്കിലും അത് ഇതേവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ ജീവനക്കാരുടെ സറണ്ടർ ആനുകൂല്യം കുറേ നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് കോവിഡ് കാലത്ത് നഷ്ടപ്പെട്ട ആ സറണ്ടർ ആനുകൂല്യം ഇതേവരെയും കിട്ടിയിട്ടില്ല. മെഡിസിപ്പിന് ഒരുപാട് അപാകതകളുണ്ട്, അത് പരിഹരിക്കണം. ഇത്തരത്തിൽ വളരെ ന്യായമായ വിഷയങ്ങൾ, ജീവനക്കാരുടെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ജോയിന്റ് കൗൺസിൽ അതേപോലെ തന്നെ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയും മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിഷയങ്ങൾ തീർച്ചയായിട്ടും ജീവനക്കാരെല്ലാവരും തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതിൽ യാതൊരു സംശയവുമില്ല. സംഘടനാ ഭേദമന്യേ എല്ലാ ജീവനക്കാരും ഈ സമരത്തോട് അനുകൂലമായ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. വിലക്കയറ്റം ഇത്രയേറെ രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ജീവനക്കാരുടെ മുന്നോട്ടുള്ള ജീവിതം അതൊരു 15-20 തീയതി കഴിഞ്ഞാൽ വളരെ ദുഷ്കരമായിട്ട് തന്നെയാണ്. അവർ വീട്ടിലെ കാര്യങ്ങൾ, മുതിർന്ന ആളുകളുടെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു സർക്കാർ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരം തന്നെയെന്ന് പറയും. അതേസമയം ഫോർട്ട് കൊച്ചി ഹെഡ്ക്വാർട്ടേഴ്സ് വില്ലേജ് ഓഫീസായ ഫോർട്ട് കൊച്ചി വില്ലേജ് ഓഫീസും സമരത്തെ തുടർന്ന് അടഞ്ഞു കിടന്നു. NGO യൂണിയന്റെ നേതാവ് ഉൾപ്പെടെ സമരത്തിൽ അണിചേർന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.